മഹാനായ സുൽത്താനുൽ ഉലമ 2 ദിവസം മുമ്പ് നമ്മുടെ ഈ മജ്ലിസ് ഇവിടെ മഹാനവറുകൾ വന്നു. അല്ലാഹു തആല ദീർഘ ആയുസ് നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ അവിടുന്നാണ് ഇങ്ങോട്ട് വരാൻ എന്നോട് പറഞ്ഞത്. അല്ലാഹു ഉസ്താദ് അവറുകൾക്ക് ദീർഘ ആയുസ് നൽകുമാറാവട്ടെ. ഉസ്താദ് അവറുകളുടെ തണലിലായി സുന്നത്ത് ജമാഅത്തിലായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. ഉസ്താദ് അവറുകളോട് വഅലിന് വേണ്ടി സമ്മതം ചോദിച്ചപ്പോ തന്നെ ഉസ്താദ് സമ്മതം തന്നെ രണ്ടാമത് പറഞ്ഞത്, മോനെ സ്വലാത്ത് ചെല്ലുന്ന മജ്ലിസ് ആവണം. നമ്മൾ പോകുന്ന മജ്ലിസുകളൊക്കെ നല്ല സ്വലാത്ത് ചെല്ലുന്ന മജ്ലിസ് ആവണം. അതിലെ ബറക്കത്ത് ഉണ്ടാകും. അതുകൊണ്ട് എന്റെ സഹോദരന്മാർ, നമുക്ക് നാളെ ആഖിറത്തിലേക്ക് ബാക്കിയുണ്ടാവുന്നത് ഈ സ്വലാത്താണ്. ഇവിടെ ഇങ്ങനെ കേട്ടിയിരുന്ന് അവസാനം പോകുന്ന സമയത്ത് ഇന്നത്തെ വയല് ഇന്നലത്തെ അത്ര തന്നെ നന്നായിട്ടില്ല, അല്ലെങ്കിൽ അത്യാവശ്യം തരക്കേടില്ല എന്നിങ്ങനെ സർട്ടിഫിക്കറ്റും തന്ന് തിരിച്ചു പോകാനുള്ള ഒരു മജ്ലിസ് ആവരുത്. നേരെ മറിച്ച് നമ്മുടെ ജീവിതത്തിൽ ചെറിയ രൂപത്തിലെങ്കിലും ഒരു പരിവർത്തനം സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഈമാൻ എന്ന് പറയുന്ന ആ ഒരു വലിയ നിഅമത്ത്, ആ നിഅമത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് മഹാനായ ഇമാം ബുഖാരി അടക്കമുള്ളവർ പറയുന്നത്, അൽ ഈമാൻ യസീദു വയൻഖുസു. ഈമാൻ എന്ന് പറയുന്നത് അത് ചേഞ്ച് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. അതിങ്ങനെ കൂടിയും കുറഞ്ഞും മാറി മറിഞ്ഞ് കളിക്കുന്ന വിഷയമാണ്. അൽ ഈമാനു യസീദ് വയൻഖുസു. നല്ല നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യുമ്പോ അല്ലാഹുവും അവന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഹബീബായ തങ്ങളും ഇഷ്ടപ്പെടുന്ന തൃപ്തിപ്പെടുന്ന കാര്യങ്ങളോ നമ്മുടെ ജീവിതത്തിൽ അങ്ങ് കൊണ്ടുവന്ന അൽ ഈമാനു യസീദ്, ഈമാനിന് വലിയ വർധനവ് ലഭിക്കുകയാണ്. ഈമാൻ ഇങ്ങനെ കൽബിൽ വർദ്ധിച്ച് വർദ്ധിച്ച് വരികയാണ്. അവസാനം ആ ഈമാൻ കൊണ്ട് കൽബങ്ങ് ലംഘുകയാണ്. മഹാനായ സയ്യിദുനാ താജുൽ ഉലമാ അസ്സയ്യിദ് അബ്ദുർറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ അവസാന കാലഘട്ടത്തിലോ ഏത് സദസ്സിൽ വന്നാലും അവിടുന്ന് പറയാറുള്ളൊരു വാചകമുണ്ടോ, ഈമാൻ കൊണ്ട് കൽബ് ലംഘി മറിക്കാൻ നിങ്ങൾ ദുആ ചെയ്യണമെന്നോ താജുൽ ഉലമ പറയാറുണ്ടോ? അതേ, അവരുടെ കൽബ് ഈമാൻ കൊണ്ട് ലംഘിയതുപോലെ നമ്മുടെ കൽബും ഈമാൻ കൊണ്ട് ലംഘുന്ന കൽബാവണോ? നല്ല നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യണോ? ഹബീബായ തങ്ങളുടെ തൃപ്തി കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യണോ? ആളുകളോട് നല്ല രൂപത്തിൽ പെരുമാറാൻ കഴിയണോ? അതുപോലെ ഈമാൻ വർദ്ധിക്കാൻ മഹാരഥന്മാരായ ആളുകൾ അവരെന്തെല്ലാമാണോ പഠിപ്പിച്ചതോ അതെല്ലാം അങ്ങ് കൊണ്ടുവരണേ. ഇനിയോ ചീത്ത പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ടോ? മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ടോ? അങ്ങനെ മോശമായ പ്രവർത്തനം ജീവിതത്തിൽ ചെയ്യുന്ന ആളുകളോ അൽ ഈമാനു യൻഖുസു. മോനെ, ആ മോശമായ പ്രവർത്തനങ്ങളെ കാരണമായിട്ടോ നിന്റെ കൽബിലെ ഈമാൻ എങ്ങനെ കുറഞ്ഞോ? ഒരുപക്ഷെ ഈമാൻ തന്നെ കൽബിൽ നിന്ന് ഊരിപ്പോയിട്ടോ അവസാനം കാഫിറായി അങ്ങ് ചത്തുപോകേണ്ടി വരും കേട്ടോ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, ഈമാൻ എന്ന് പറയുന്നത് മാറ്റം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷയമാ. അതുകൊണ്ട് മുഅ്മിനായി ജനിച്ചു എന്ന കാരണം കൊണ്ട് മുഅ്മിനായി മരണപ്പെടണം എന്നില്ല. കാഫിറായി ജനിച്ചവനെ കാഫിറായി ചത്തുപോകണം എന്നുമില്ല. അല്ലാഹു തആല ഈമാൻ കൊടുക്കാനുള്ള സാധ്യതയുണ്ടോ? ഓ സഹോദരന്മാരെ, ഈമാൻ വർദ്ധിക്കാൻ ധാരാളം കാരണങ്ങളുണ്ടോ?
ഈമാൻ വർദ്ധിക്കാൻ ധാരാളം കാരണങ്ങളുണ്ടോ? ആ കാരണങ്ങളിൽ ഒന്നുപോലും വിടാതെ ജീവിതത്തിൽ കൊണ്ടുവന്നവരാണ് ഈ കിടക്കുന്ന മഹാനവറുകൾ. അതുപോലെ വലിയ സ്ഥാനങ്ങൾ കരഗതമാക്കിയ മഹാന്മാർ. ഈമാൻ വർദ്ധിക്കാനുള്ള ധാരാളം കാരണങ്ങൾ പറഞ്ഞപ്പോ അതെല്ലാം ജീവിതത്തിൽ പകർത്തിയവരാണോ? അതുകൊണ്ടല്ല യുവാക്കളെ, ഓ ഉമ്മമാരെ, നല്ല ആരോഗ്യമുള്ള സമയമാ, നല്ല ചോരത്തിളപ്പുള്ള സമയമാ, നല്ല ആരോഗ്യ ദൃഢഗാത്രനായി ജീവിക്കുന്ന സമയമാ, ഏത് രൂപത്തിൽ എന്തും പ്രവർത്തിക്കാമെന്ന് തോന്നുന്ന സമയമാ. മോനെ, നാളെ അസ്റായീൽ നമ്മുടെ റൂഹ് പിടിക്കാൻ അനുവാദം ചോദിക്കാതെ അങ്ങ് വരുമ്പോ പുഞ്ചിരിച്ചുള്ള കടന്നു പോകണോ? ഈമാനോടെ വിട പറയണോ? താജുല്ലുലമ അന്തസ്സോടുകൂടെ വഫാത്തായതുപോലെ അന്തസ്സോടുകൂടെ എനിക്കും നിങ്ങൾക്കും വിട പറയണോ? നല്ല കാര്യങ്ങൾ മഹാരഥന്മാരായ ആളുകൾ പഠിപ്പിക്കുന്നുണ്ടോ? അത് ജീവിതത്തിൽ അങ്ങ് കൊണ്ടുവരണേ. ഈമാൻ വർദ്ധിക്കാനുള്ള ധാരാളം കാരണങ്ങൾ. ആ കാരണങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തായ കാരണമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ്. ഒന്നാമതായി മഹാന്മാർ പറയുന്നു, തഅലീമു മാ അല്ലമല്ലാഹ് വതഹ്ഖീറു മാ ഹഖറല്ലാഹ്. ഈമാൻ വർദ്ധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഏതാണെന്നറിയുമോ? തഅലീമു മാ അല്ലമല്ലാഹ് വതഹ്ഖീറു മാ ഹഖറല്ലാഹ്. അല്ലാഹു തആല ബഹുമാനിച്ച ചില ആളുകളുണ്ട്, അല്ലാഹു ബഹുമാനിച്ച ചില സ്ഥലങ്ങളുണ്ടോ, അല്ലാഹു ബഹുമാനിച്ച ചില സമയങ്ങളുണ്ട്, സന്ദർഭങ്ങളുണ്ടോ, അല്ലാഹു ബഹുമാനിച്ച സ്ഥലങ്ങളുണ്ടോ? ആ സ്ഥലങ്ങളെയും ആളുകളെയും സമയങ്ങളെയും സന്ദർഭങ്ങളെയും അത് ബഹുമാനിക്കാനുള്ള മനസ്സിനെ പാകപ്പെടുത്തിയാൽ അത് ഈമാൻ വർദ്ധിക്കാനുള്ള ഏറ്റവും വലിയ കാരണമാണ്. ഷഫീഉൽ വറാ മുഹമ്മദ് മുസ്തഫ ഒന്നാമത്തെ കാരണമായിട്ട് പഠിപ്പിക്കുന്നതാണ് തഅലീമു മാ അല്ലമല്ലാഹു വതഹ്ഖീറു മാ ഹഖറല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ച ആളുകൾ, ബഹുമാനിച്ച സ്ഥലങ്ങൾ, ബഹുമാനിച്ച സമയങ്ങളോ അതിനെല്ലാം ബഹുമാനിക്കാനില്ല ഏറ്റവും വലിയൊരു സ്വഭാവം നമ്മളങ്ങ് ആർജിച്ചെടുക്കേണ്ടതുണ്ടോ? ഓ സഹോദരന്മാരെ, അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിച്ച കാരണത്താൽ വലിയ മഹത്വം കൈവരിച്ച ആളുകളുടെ ചരിത്രം കാണാം. ഞാനത് വിശാലമായി പറയുന്നില്ല. മഹാനായ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു അവിടുന്ന് വലിയ മഹാനാ, വലിയ സൂഫിയാ. എന്നാൽ മഹാനായ ബിശ്റുൽ ഹാഫി തങ്ങളുടെ പൂർവകാല ചരിത്രം പരിശോധിച്ചാലോ, യുവാക്കളെ നന്നായി ശ്രദ്ധിക്കണം കേട്ടോ. മഹാനായ ബിശ്റുൽ ഹാഫി തങ്ങളുടെ പൂർവകാല ചരിത്രം പരിശോധിച്ചാൽ നാട്ടിലെ അറിയപ്പെട്ട റൗഡിയായിരുന്നു, നാട്ടിലെ അറിയപ്പെട്ട ഗുണ്ടാ തലവനായിരുന്നു, കള്ളുകുടിയനായ മനുഷ്യനായിരുന്നു, എല്ലാ തമ്മാടിത്തരങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന ആളായിരുന്നു ബിശ്റുൽ ഹാഫി. പക്ഷേ ഒരു ദിവസം അതേ കള്ളും കുടിച്ച് ലെവലില്ലാതെ വീട്ടിലേക്ക് നടന്നു വരുമ്പോ ആ നടന്നു വരുന്ന വഴിയിൽ ഒരു കടലാസിലെ കഷ്ണം കാണുകയാ. ഒരു കടലാസിലെ കഷ്ണം കാണുന്നു.
ബിശ്റുൽ ഹാഫി ആ കള്ളു കുടിച്ച മസ്തായ കോലത്തിൽ അതൊന്ന് നോക്കി. അതിൽ അറബിയിൽ എന്തോ എഴുതിയിട്ടുണ്ടോ, പക്ഷേ അത് പരിഗണിച്ചില്ല, നടന്നങ്ങ് പോയി. ഒരൽപ്പ ദൂരം അങ്ങ് നടന്നപ്പോ ആ ബിശ്റുൽ ഹാഫിയുടെ മനസ്സിൽ ഒരു ചെറിയ ചിന്തയങ്ങ് വരികയാണ്. ഞാൻ നേരത്തെ നടന്നു വരുമ്പോ അറബിയിൽ എന്തോ എഴുതിയൊരു കടലാസ് ഞാൻ കണ്ടല്ലോ. എന്താണ് എഴുതിയതെന്ന് ഞാൻ നോക്കിയിട്ടില്ല, പരിശോധിച്ചിട്ടില്ല. അതുകൊണ്ട് അതൊന്ന് പരിശോധിക്കട്ടെ. ഇതും കരുതിയിട്ട് മഹാനവറുകളതാ ആ കടലാസുള്ള സ്ഥലത്തേക്ക് തിരിച്ചങ്ങ് നടക്കുകയാണ്. അങ്ങനെ ആ കടലാസ് അങ്ങ് എടുത്ത് പരിശോധിച്ചപ്പോ അതില്ലതാ എഴുതി വെച്ചൊരു ബഹുമാനിക്കപ്പെടുന്ന പേരുണ്ടോ, അല്ലാഹ്. അല്ലാഹ് എന്ന് പറയുന്ന ജലാലിയത്തിൽ ഇസ്മാണ്, ബഹുമാനിക്കപ്പെടേണ്ട അല്ലാഹുവിന്റെ നാമമാണ് ആ കടലാസിലുള്ളത്. ഇതങ്ങ് കണ്ടപ്പോ കള്ളുകുടിയനായ ബിശ്റുൽ ഹാഫിയുടെ മനസ്സിലേക്ക് ഒരു ചെറിയ നന്മയങ്ങ് തോന്നുകയാണ്, ഒരു നല്ല ബുദ്ധി തോന്നുകയാണ്. ആ ബിശ്റുൽ ഹാഫി അല്ലാഹ് എന്ന് പറയുന്ന ആ എഴുത്ത് എഴുതിയ കടലാസ് എടുത്തിട്ടോ ഒരു ഉയരമുള്ള മതിലിന്റെ മുകളിലേക്ക്, ഉയരമുള്ള ഒരു സ്ഥലത്തേക്ക് അങ്ങ് കയറ്റി വെക്കുന്നു. കാരണം ആ കടലാസ് വഴിയിലങ്ങ് വെച്ചാൽ അതിലൂടെ ആളുകൾ നടന്നു പോകുമ്പോ ആ കടലാസ്, അല്ലാഹുവിന്റെ നാമം എഴുതിയ ആ കടലാസ്, അത് ചവിട്ടാൻ സാധ്യതയുണ്ടല്ലോ, അത് അപമാനിക്കപ്പെടുമല്ലോ. ഇത് അപമാനിക്കപ്പെടേണ്ട നാമമല്ല. ആ ബോധത്തോടുകൂടെ മഹാനവറുകൾ ഉയരമുള്ളൊരു സ്ഥലത്തേക്ക് അങ്ങ് കയറ്റി വെച്ചു. എന്നിട്ട് വീണ്ടും അവിടുന്ന് വീട്ടിലേക്കുള്ള യാത്രയങ്ങ് പോവുകയാണ്. പിന്നെയും ഒരൽപ്പം നടന്നപ്പോ മഹാനവറുകളുടെ മനസ്സിലേക്ക് രണ്ടാമതും ഒരു ചിന്ത വരികയാണ്. അല്ലാഹ്, ഞാൻ നിന്റെ നാമം എഴുതിയ കടലാസിലെ കഷ്ണം അത് ഉയരമുള്ള സ്ഥലത്തേക്ക് കയറ്റി വെച്ചിട്ടുള്ള ശരി തന്നെയാണ്. പക്ഷേ ഒരു കാറ്റെങ്ങാനും അടിച്ചാലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെറിയ രൂപത്തിലുള്ള കാരണങ്ങൾ ഉണ്ടായാൽ ആ കടലാസിലെ കഷ്ണം വീണ്ടും ഈ റോട്ടിലേക്ക്, വഴിയിലേക്ക് തന്നെ വീയാലോ, അതിനെ പിന്നെയും ആളുകൾ ചവിട്ടാലോ. ഈ ചിന്ത വന്നപ്പോ രണ്ടാമതും തിരിച്ചങ്ങ് നടക്കുകയാണ്. എന്നിട്ട് ആ ഉയരമുള്ള സ്ഥലത്ത് നിന്നും മഹാനായ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു അവിടുന്ന് ആ അല്ലാഹ് എന്ന് പറയുന്ന ജലാലിയത്തിൽ ഇസ്മെഴുതിയ കടലാസിലെ കഷ്ണം അങ്ങ് എടുക്കുന്നു. വലിയ ബഹുമാനത്തോടെ ആദരവോട് അതും പിടിച്ച് വീട്ടിലേക്ക് അങ്ങ് വരികയാണ്. അങ്ങനെ വീട്ടിൽ ഏറ്റവും നല്ല സേഫായ, ഏറ്റവും സുരക്ഷിതമായ, ഏറ്റവും നല്ല സ്ഥലത്തോ ആ കടലാസിലെ കഷ്ണം അങ്ങ് കൊണ്ടുപോയി സൂക്ഷിക്കുകയാ. ബിശ്റുൽ ഹാഫിയുടെ ജീവിതത്തിൽ ചെയ്ത നല്ലൊരു കാര്യമാണ്. സുബ്ഹാനല്ലാഹ്. അന്ന് രാത്രിയിൽ മഹാനവറുകളതാ വാനലോകത്ത് നിന്ന് ഒരു അശരീരി കേൾക്കുകയാണ്. യാ ബിശ്റ ലഖദ് അല്ലമത തസ്മീ. ഓ ബിശ്റേ, നിങ്ങളെന്നെ പേരിനെ ബഹുമാനിച്ചല്ലോ, അതുകൊണ്ട് നിങ്ങളെ നാം ഇതാ ആദരിക്കുന്നു, നിങ്ങളെ ഇതാ ബഹുമാനിക്കുന്നു. പിറ്റേന്ന് നേരം പുലർന്നു. രാവിലെ തന്നെ കള്ളു കുടിക്കുന്ന സ്വഭാവമാണ്, തെമ്മാടിത്തരം ചെയ്യുന്ന സ്വഭാവമാണ്. എന്നാൽ പിറ്റേന്ന് നേരം പുലർന്നപ്പോ ബിശ്റുൽ ഹാഫിക്ക് തെമ്മാടിത്തരത്തിനോട് വല്ലാത്തൊരു ദേഷ്യം തോന്നുകയാണ്. അതുപോലെ കള്ളിനോട് വല്ലാത്ത ഒരു വിരക്തി തോന്നുകയാണ്. മോശമായ പ്രവർത്തനങ്ങളിലേക്ക് അടുക്കാൻ മനസ്സ് അനുവദിക്കുന്നില്ല. നല്ല നല്ല ചിന്തകൾ അതാ മുളക്കാൻ തുടങ്ങുന്നു മഹാനവറുകളുടെ മനസ്സിൽ. അങ്ങനെ നല്ല നല്ല ചിന്തകൾ കടന്നു വന്നു. അവസാനം അവിടുന്ന് ഇൽമ പഠിക്കാൻ വേണ്ടി അങ്ങ് പോവുകയാണ്.
സുബ്ഹാനല്ലാഹ്. വിശാലമായ ചരിത്രമാണ്. ചുരുക്കട്ടെ സഹോദരന്മാരെ, ഇൽമ പഠിച്ച മഹാനവറുകൾ വലിയ പണ്ഡിതനാവുകയാണ്, വലിയ സ്ഥാനത്ത് എത്തുകയാണ്. ഒരു കാലത്ത് നാട്ടുകാര് ബിശ്റുൽ ഹാഫി എന്ന റൗഡിയെ കാണുമ്പോ മാറിക്കളയാറായിരുന്നു. കാരണം ബിശ്റുൽ ഹാഫി എന്ന റൗഡി ആക്രമിച്ചാലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാക്കിയാലോ എന്ന് ഇബ്നു ആലിമായ ബിശ്റുൽ ഹാഫിയെ കാണുമ്പോ നാട്ടുകാര് വീട്ടിലേക്ക് ക്ഷണിക്കാൻ തിക്കും തിരക്കും കൂട്ടുകയാണ്. എന്റെ ബിശ്റുൽ ഹാഫി എന്ന മഹാനന്റെ വീട്ടിൽ നിന്ന് കയറിയാൽ ആ വീടിന് ബറക്കത്ത് കിട്ടുമല്ലോ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഓരോ ആളുകളോ അവിടുന്ന് വീട്ടിലേക്ക് സൽക്കരിക്കുന്ന രൂപത്തിലോ മഹാനവറുകൾ അങ്ങ് മാറുകയോ. മഹാനവറുകൾക്ക് കൈപ്പക്ക എന്ന് പറയുന്നൊരു വിഭവമുണ്ട്. ഈ നാട്ടിൽ കൈപ്പക്ക എന്നല്ല പറയില്ലേ? കൈപ്പന്നറിയില്ലേ? കൈപ്പ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. ഈ നാട്ടിൽ അങ്ങനെ തന്നെ ആയിരിക്കും പറയല് അല്ലേ? ആ പച്ചക്കറി പിടിയിൽ കിട്ടുന്ന ഒരു സാധനമാണ്. നല്ല കയ്പുണ്ടാകുന്ന സാധനം ഇവിടെ അല്ലേ? അറിയാം. മഹാനായ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹുവിന് കയ്പ വളരെ ഇഷ്ടമുള്ള ഒരു സാധനമാണ്. ആ നാട്ടുകാരിൽ ഭൂരിഭാഗം ആളുകളും കർഷകരാണ്. സുബ്ഹാനല്ലാഹ്. ഒരു ദിവസം ഒരു കർഷകൻ ചെന്നു ബിശ്റുൽ ഹാഫിയുടെ അടുക്കൽ. എന്നിട്ട് മഹാനവറുകളോട് വീട്ടിലേക്ക് വരാനങ്ങ് സൽക്കരിച്ചു. മഹാനവറുകൾ ശിഷ്യന്മാരെയും കൂട്ടി വരാമെന്ന് ഏൽക്കുകയാണ്. ആ കർഷകൻ നല്ല കൃഷിയിടത്തിലേക്ക് ചെന്നു. മഹാനവറുകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കയ്പയൊന്ന് പറിച്ചത് പാകം ചെയ്യണം. അങ്ങനെ കൃഷിയിടത്തിലേക്ക് ചെന്നപ്പോ തന്റെ സ്വന്തമായ കൃഷിയിടത്തിൽ പാകമായ കയ്പക്ക വളരെ കുറവാണ്, പറിക്കാൻ പാകമായത് വളരെ കുറവാണ്. എന്നാൽ തൊട്ടടുത്ത് തന്നെ സുഹൃത്തിന്റെ ഒരു തോട്ടമുണ്ടോ, അതിലാണെങ്കിലോ ധാരാളം പാകമായ കയ്പകളുണ്ടോ. അവനോട് പിന്നീട് സമ്മതം പറയാമല്ലോ എന്ന് കരുതിയിട്ടോ അതെ അവന്റെ തോട്ടത്തിൽ നിന്ന് അല്പം കയ്പക്ക പറിച്ചു. സ്വന്തം തോട്ടത്തിൽ നിന്ന് പാകമായ കുറച്ചും പറിച്ചു. അത് വിഭവമാക്കുകയാണ്. മഹാനായ ബിശ്റുൽ ഹാഫി തങ്ങളതാ ശിഷ്യന്മാരെയും കൂട്ടി വീട്ടിലേക്ക് വരുന്നു. മഹാനവറുകളുടെ മുന്നിൽ അതാ പാകം ചെയ്ത വിഭവങ്ങളാ ആ കയ്പക്ക അങ്ങ് നിരത്തി വെച്ചപ്പോ മഹാനവറുകൾ ശിഷ്യന്മാരെയും കൂട്ടി അതിന്റെ മുന്നിലങ്ങിയിരുന്നു. എന്നിട്ട് ആ വിഭവത്തിൽ നിന്ന് ഒരു കയ്പയുടെ കഷ്ണം അങ്ങ് എടുത്തിട്ടോ അവിടുന്ന് ബിശ്റുൽ ഹാഫി പറയുകയാണ്, ഹാദാ ഹറാം, ഇത് ഹറാമായ കഷ്ണമാ, ഇത് തിന്നാൻ പാടില്ല. മറ്റൊരു കഷ്ണം അങ്ങ് എടുക്കുകയാണോ. എന്നിട്ട് ബിശ്റുൽ ഹാഫി ശിഷ്യന്മാരോട് പറയുന്നു, ഹാദാ ഹറാം ഹാദാ ഹലാൽ. ശിഷ്യന്മാരെ, ഇത് ഹലാലാണ്, ഇത് ഭക്ഷിച്ചോളൂ. ഇത് ഹറാമാണ്, ഇത് ഭക്ഷിക്കാൻ പാടില്ല. അതേ പാകം ചെയ്ത വിഭവത്തിലേക്ക് നോക്കിയിട്ടോ ഇത് ഹലാലാണോ ഹറാമാണോ എന്ന് പറയാനുള്ള വലിയ മഹത്വമുള്ള സ്ഥാനത്തിലേക്ക് മഹാനായ ബിശ്റുൽ ഹാഫി എത്തുകയാണ്. ഇത് ഏത് സ്ഥാനമാണെന്നറിയുമോ? ഖുലൂബുൽ ആരിഫീന ലഹാ ഉയൂനു തറാ മാ ലാ യറാഹുൽ നാലിറൂന. മഹാന്മാരായ ആരിഫീങ്ങൾക്കൊരു സ്വഭാവമുള്ളോ, തറാ മാ ലാ യറാഹുൽ നാലിറൂന. സാധാരണ
സാധാരണക്കാരല്ല, അവല്ല കണ്ണുകൊണ്ട് കാണാത്ത പലതോ അവര് കാണുകയോ, ചെവി കൊണ്ട് കേൾക്കാത്തത് കേൾക്കുകയോ, ആ വലിയ സ്ഥാനത്തിലേക്ക് ഒരു കാലത്ത് നാട്ടിൽ അറിയപ്പെട്ട റൗഡിയായിരുന്ന ബിസ്റുൽ ഹാഫി അതേ അങ്ങ് ഉയർത്തപ്പെടാനുള്ള കാരണം എന്താണെന്ന് അറിയുമോ? തഅലീമു മാ അല്ലമല്ലാഹ് വതഹ്ഖീറു മാ ഹഖറല്ലാഹ്. അല്ലാഹ് ബഹുമാനിച്ചു, ഒരു പേരിന് ബഹുമാനിച്ചു എന്ന കാരണമോ. അതുകൊണ്ട് സഹോദരന്മാരെ, ഉമ്മമാരെ, അല്ലാഹു ബഹുമാനിച്ച ആളുകൾ ഉണ്ടോ? അല്ലാഹു ബഹുമാനിച്ച സ്ഥലങ്ങൾ ഉണ്ടോ? അല്ലാഹു ബഹുമാനിച്ച സമയങ്ങളുണ്ടോ? അതിനെയെല്ലാം അങ്ങ് ആദരിക്കോ, ബഹുമാനിക്കോ, നമ്മുടെ മനസ്സിനെ അങ്ങ് പാകപ്പെടുത്തണേ. ശഫീഉൽ വറാ മുഹമ്മദ് മുസ്തഫ. സാന്ദർഭികമായി എന്റെ സഹോദരന്മാരോട് ഞാനൊരു വിഷയം ഉണർത്തട്ടെ. ഇന്ന് വാഹനം ഉപയോഗിക്കാത്ത ആളുകൾ വളരെ കുറവാണ്. ഏത് വീട്ടിലും ഒരു കാറുണ്ട്, അല്ലെങ്കിൽ ഒരു വാഹനമുണ്ടോ? ഇന്ന് പല ആളുകളും ബഹുമാന പുരസ്സരം ചെയ്യുന്നൊരു പണിയുണ്ടോ? തന്റെ വാഹനത്തിന്റെ പിന്നിൽ ഇതാ എഴുതി വെക്കുകയാണ്, മാഷാ അല്ലാഹ് തവക്കൽതു അലല്ലാഹ് ഹാദാ മിൻ ഫളിലില്ലാഹ്. ഇങ്ങനെയുള്ള നല്ല നല്ല വാക്യങ്ങളോ വാഹനത്തിന് മുകളിൽ എഴുതി വെക്കുന്നൊരു സ്വഭാവമുണ്ടോ? മോനെ, ഒരു പക്ഷേ നീ വലിയ ബഹുമാനത്തോടെ എഴുതി വെക്കുകയാണോ? എന്നാൽ അത് ബഹുമാനിക്കപ്പെടുന്നതിനേക്കാളും കൂടുതൽ അപമാനിക്കപ്പെടാനുള്ള കാരണമാണ് കേട്ടോ. നിന്റെ വാഹനത്തിന്റെ പുറത്ത് മാഷാ അല്ലാഹ് എന്ന് എഴുതിയാൽ, തവക്കൽതു അലല്ലാഹ് എന്ന് എഴുതിയാൽ, മിൻ ഫളിലില്ലാഹ് എന്ന് എഴുതിയാൽ, ആ വാഹനം കൊണ്ട് നീ എവിടെയൊക്കെയാ സഞ്ചരിക്കാറുള്ളത്? ആ എഴുത്തിന് മുകളിലേക്ക് പൊടിപടലങ്ങൾ പാറി വന്ന് നിൽക്കൂലേ? അതിന്റെ മുകളിലേക്ക് പക്ഷി കാഷ്ടിക്കുകയില്ലേ? മഴവെള്ളം വരുമ്പോ എന്തൊക്കെ മാലിന്യങ്ങളാ അതിന്റെ മുകളിൽ വന്ന് വീഴാറുള്ളതോ? അതുപോലെ നീ ആ വണ്ടി കഴുകുന്ന അവസരത്തിലോ എന്തൊക്കെയാണ് അതിൽ ഉപയോഗിക്കാറുള്ളതോ? ഇങ്ങനെ അപമാനിക്കപ്പെടാനുള്ള കാരണമാണ് കേട്ടോ. അതുകൊണ്ട് ഒരുപക്ഷെ ബഹുമാനമാണെന്ന് മനസ്സിലാക്കി എഴുതി വെക്കുന്ന എഴുത്തുകളുണ്ടല്ലോ, ഈമാനുള്ള ചെറുപ്പക്കാരാ, അത് ഒഴിവാക്കലാണ് നല്ലത് കേട്ടോ. തഅലീമു മാ അല്ലമല്ലാഹ് വതഹ്ഖീറു മാ ഹഖറല്ലാഹ്. മാഷാ അല്ലാഹ്, അത് നല്ല ബഹുമാനമുള്ള വാക്കാണ്. സുബ്ഹാനല്ലാഹ്, അത് ബഹുമാനമുള്ള സ്ഥലത്ത് എഴുതി വെക്കണം. വീടിന്റെ മുകളിലേക്ക് കയറുമ്പോ മുന്നിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, ഹാദാ മിൻ ഫളിലില്ലാഹ്. നല്ല ബഹുമാനത്തോടെ ഫ്രെയിം ചെയ്ത് എഴുതി വെച്ചതാണ്, നല്ലത് തന്നെ. എന്നാൽ നിന്റെ വാഹനത്തിന് പുറത്തോ ഖുർആനിന്റെ വചനങ്ങൾ വരെ എഴുതി വെക്കുന്ന ആളുകളുണ്ടോ? ആയത്തുൽ കുർസി സുബ്ഹാനല്ലാഹ് വാഹനത്തിന്റെ പിന്നിൽ എഴുതി വെച്ച ആളുകളെ കാണാം. മോനെ, ഖുർആനല്ലേ വുളുവില്ലാതെ തൊടാൻ പറ്റുമോ? ഖുർആൻ വുളുവില്ലാതെ തൊടാൻ പറ്റുമോ? ഖുർആനിലെ ആയത്ത് വുളുവില്ലാതെ തൊടാൻ പറ്റുമോ? ആ ആയത്തല്ലേ നീ പൊടിപടലങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോ അതിൽ നിറയെ പൊടി പടരുകയാണ്, അതുപോലെ പക്ഷി കാഷ്ടിക്കുകയാണ്, അതുപോലെ നജസാവുകയാണ്. ഇതിനെല്ലാം കാരണം നീ അവിടെ എഴുതി വെച്ചതല്ലേ. അതുകൊണ്ട് ആ സ്വഭാവം അങ്ങ് മാറ്റണം കേട്ടോ. സാന്ദർഭികമായ എല്ലാ മുഅ്മിനീങ്ങളോട് ഉണർത്തുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക എന്ന് പറയുമ്പോ
സഹോദരന്മാരെ, നമ്മുടെ വീടിന്റെ അടുക്കളയിൽ വെച്ച് ആരംഭിക്കേണ്ടുന്ന വിഷയമാണ്. നമ്മുടെ വീടിന്റെ അടുക്കളയിൽ വെച്ച് ആരംഭിക്കേണ്ട വിഷയമാണ്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ വീടിന്റെ അടുക്കളയിൽ നമുക്ക് ജന്മം നൽകിയ ഒരു ഉമ്മയുണ്ട്. ജന്മം നൽകിയ ഉമ്മയുണ്ട്. ഒരുപക്ഷെ വിദ്യാഭ്യാസം വളരെ കുറവാണ്. ഈ ആധുനിക യുഗത്തിനെ കുറിച്ച് ഒരു വിവരവും ആ ഉമ്മാക്ക് ഒരുപക്ഷെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. വലിയ ഡിഗ്രിയോ വലിയ യോഗ്യതയോ വലിയ ക്വാളിഫിക്കേഷനോ ഒന്നും പറയാനില്ലാതെ 24 മണിക്കൂറും അടുപ്പുകളോട് മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ ഉമ്മയില്ലയോ? ആ ഉമ്മാനെ ബഹുമാനിക്കണം. അല്ല ബഹുമാനിക്കാൻ പറഞ്ഞ ആളുകളാണ്. അനിഷ്കുർലി വലി വാലിദൈക, എനിക്ക് നന്ദി ചെയ്യണം, അതുപോലെ മാതാപിതാക്കൾക്കും നന്ദി ചെയ്യണമെന്നോ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതാണല്ലോ. വലാ തഖുൽ ലഹുമാ ഉഫ്ഫിൽ, നീ ഒരു ചെറിയ മോശമായ വാക്ക് പോലും അവരോട് പറയാൻ പാടില്ല. അവരെ നന്നായി ബഹുമാനിക്കണമല്ലോ. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ ഉമ്മാനെ ബഹുമാനിക്കാതെ, ഉമ്മാനെ ആദരിക്കാതെ, ഉമ്മാക്ക് വേണ്ട സ്ഥാനങ്ങളും മാനങ്ങളും നൽകാതെ, ഓ സഹോദരന്മാരെ, നമ്മളേത് രൂപത്തിലുള്ള പ്രവർത്തനം ചെയ്താലും അല്ലാഹു സ്വീകരിക്കൂല, അല്ലാഹു ഖബൂലാക്കൂല. മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹബീബായ തങ്ങളുടെ സവിധത്തിലേക്ക് ഒരാളങ്ങ് വരികയാണ്. എന്നിട്ട് പറയുന്ന നബിയേ, ഞാൻ 5 വക്ത് മുടങ്ങാതെ നിസ്കരിക്കാറുണ്ട്. അതുപോലെ റമദാൻ മാസം വന്നാൽ മുടങ്ങാതെ ഞാൻ നോമ്പ് നോൽക്കാറുണ്ട്. ഞാൻ ഹജ്ജും ചെയ്തിട്ടുണ്ട് നബിയേ. അതുകൊണ്ട് നബിയേ, എനിക്ക് അല്ലാഹുവിങ്കലുള്ള സ്ഥാനം എത്രയാണ്? എനിക്ക് അല്ലാഹുവിങ്കൽ എന്ത് വലിയ സ്ഥാനമാണുള്ളത്? പ്രതിഫലം എന്താണ്? 5 വക്ത് ഒന്നുപോലും മുടങ്ങിയിട്ടില്ല, അതുപോലെ നോമ്പ് മുടക്കാറില്ല, ഹജ്ജും ഞാൻ ചെയ്തിട്ടുണ്ടോ? എനിക്കുള്ള പ്രതിഫലം എന്താണെന്ന് ലോകത്തിലെ നേതാവിനോടങ്ങ് ചോദിച്ചപ്പോ നേതാവിന്റെ മറുപടി എന്താണെന്നറിയുമോ? അതേ, അങ്ങനെ പറഞ്ഞ രൂപത്തിലോ 1 വക്ത് പോലും മുടങ്ങാതെ നിസ്കരിക്കുന്നവനാണെങ്കിലോ, അതുപോലെ നോമ്പിൽ നിന്ന് ഒന്നുപോലും ഇതുവരെ ഒഴിവാക്കാതെ നന്നായിട്ട് നോമ്പെടുത്ത ആളാണെങ്കിലോ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനോട് പറയുകയാ, മോനെ, നാളെ ആഖിറത്തിൽ അവൻ നബിമാരുടെ കൂടെയാണ് കേട്ടോ. കാന മഅൽ നബിയീന വസ്സുദ്ദീഖീന വസ്സുഹദാഇ വസ്സാലിഹീൻ. സാലിഹീങ്ങളോടുകൂടെ നാളെ സ്വർഗത്തിൽ അവനെ പങ്കിടാൻ കഴിയും. അതുപോലെ നബിമാരുടെ കൂടെ അവന് സ്വർഗത്തിൽ വസിക്കാൻ കഴിയും. ശുഹദാക്കളോടുകൂടെ അവന് ജീവിക്കാൻ കഴിയോ? പക്ഷേ ഇല്ല അയ്യഉഖവാലിദൈ, ഇതെല്ലാം അവന് ലഭിക്കണോ? മാതാപിതാക്കളെ അനുസരിക്കണേ, മാതാപിതാക്കളെ ബഹുമാനിക്കണേ. മാതാവിനെ ബഹുമാനിക്കാത്തവനാണെങ്കിലോ, പിതാവിനെ ബഹുമാനിക്കാത്തവനാണെങ്കിലോ, പിതാവിനോട് അനാവശ്യ വർത്തമാനം പറയുന്നവനാണെങ്കിലോ, അതേ സ്വന്തം ഭാര്യയുടെ തലയണ മന്ത്രം കേട്ടിട്ടോ ഉമ്മാന്റെ മനസ്സ് നോവുന്ന വാക്ക് പറയുന്നവനാണെങ്കിലോ, നില്ല നിസ്കാരം അല്ലാഹുക്ക് വേണ്ട, നോമ്പ് വേണ്ട, സകാത്ത് വേണ്ട, നീ ലക്ഷങ്ങൾ ചെലവഴിച്ച് ചെയ്ത ഹജ്ജില്ലയോ, ആ ഹജ്ജ് പോലും അല്ലാഹു സ്വീകരിക്കൂല. ശഫീഉൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി. സ്വന്തം ഉമ്മ, ആ ഉമ്മാനോട് വീട്ടിന്റെ ഉള്ളിൽ നിന്ന്
വളരെ കാർക്കശ്യമായ രൂപത്തിൽ സംസാരിക്കുന്ന ചില ആളുകളുണ്ട്. നാട്ടുകാരോട് മുഴുവനും നല്ല സംസാരമാണ്, നല്ല സമീപനമാണ്. എന്നാൽ വീട്ടിന്റെ ഉള്ളിലോ ഉമ്മനോട് വലിയ മോശമായ സ്വഭാവമാണ്. ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ട്, ഈ നാട്ടിലുണ്ടോ അറിയില്ല. സാന്ദർഭികമായി പറയട്ടെ, ഉമ്മാന്റെ മനസ്സ് നോവിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവനാണോ നീ? നീ എന്ത് പ്രവർത്തനം ചെയ്താലും, നീ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുന്നവനാവട്ടെ, ഒരു പ്രവർത്തനവും അല്ലാഹു സ്വീകരിക്കൂല. അതുകൊണ്ട് ഉമ്മാനെ ബഹുമാനിച്ചോ, ഉമ്മാനെ ആദരിച്ചോ. ഇനി ഏതെങ്കിലും യുവാക്കളോ വിവരമില്ലായ്മ കൊണ്ട ഭാര്യയുടെ തലയണ മന്ത്രം കേട്ടിട്ടോ സ്വന്തം ഉമ്മാന്റെയോ പിതാവിന്റെയോ മനസ്സു നോവുന്ന വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിലോ, ഓ യുവാവേ, ഇന്ന് തന്നെ ആ ഉമ്മാന്റെ കാലങ്ങ് പിടിച്ച് മാപ്പ് പറഞ്ഞോളണം. എന്തേ കാരണമെന്നറിയുമോ? അൽ ജന്നത്തു തഹ്ത അഖദാമിൽ ഉമ്മഹാ. നിനക്ക് വേണ്ടി അല്ലാഹു തആല സംവിധാനിച്ച സ്വർഗം എവിടെയാ? നിന്റെ ഉമ്മാന്റെ കാലിന്റെ അടിയിലാണ് കേട്ടോ. ആ ഉമ്മ ലോകം തിരിയാത്തവളാവട്ടെ, ആ ഉമ്മ വിദ്യാഭ്യാസമില്ലാത്തവളാവട്ടെ, ആ ഉമ്മ പുറം ലോകത്തെ കുറിച്ച് യാതൊരു ബോധവുമില്ലാത്തവളാവട്ടെ, ഏത് രൂപത്തിലുള്ളവളാണെങ്കിലോ ആ ഉമ്മാന്റെ കാലിന്റെ അടിയിലാണോ നില്ല സ്വർഗമല്ല സംവിധാനിച്ചതല്ലോ ഹബീബുൽ വറാ മുഹമ്മദ് മുസ്തഫ. ഉമ്മാന്റെ മനസ്സ് നോവിക്കുന്ന ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? ഓനെ ഖബറിൽ സന്തോഷത്തോടെ കിടക്കാൻ കഴിയൂല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അറിയില്ല.